66 പുസ്തകങ്ങളുണ്ട്. ആൻഡ് അത് എഴുതാനെടുത്തത് ഒരു 1500 ഇയേഴ്സാണ്. ലോകത്തിലുള്ള 3 കോണ്ടിനെൻറ്റ്സിൽ 40 ഓത്തറുകളെ ഉപയോഗിച്ചിട്ടാണ് ഈ നമ്മൾ ബൈബിൾ എഴുതിയേക്കുന്നത്. അവരെല്ലാവരും ഡിഫറെൻറ്റ് ജനറേഷൻസിൽ നിന്ന് ചിലർ ഡിഫറെൻറ്റ് ഭാഷകൾ സംസാരിക്കുന്നവരായിരുന്നു. ആൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർക്ക് തമ്മിൽ പ്രത്യേകിച്ച് ഒത്തിരി കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം കൂടി എഴുതി തന്നതാണ് നമുക്ക് ദൈവം ഈ ബൈബിള്. അത് ദൈവത്തിൻ്റെ ഒരു ലിവിങ് വിറ്റ്നസ്സാണ്. ദൈവത്തിൻ്റെ സ്നേഹവും ഗ്രേസും സാൽവേഷനും ഈ ബുക്കിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് ദൈവം നമുക്ക് തന്നിട്ടും നമ്മൾ കുറേ പ്രാവശ്യം പാപത്തിലോട്ട് വീഴും. ആൻഡ് ദൈവത്തിൻ്റെ ഗ്ലോറിയിൽ നിന്നും പതുക്കെ മാറാൻ തുടങ്ങും. നമ്മൾ പാപത്തിനെക്കുറിച്ച് നോക്കിയാൽ ആദ്യത്തെ പാപം, ദ ഫസ്റ്റ് ആക്ട് ഓഫ് സിൻ, ഗാർഡൻ ഓഫ് ഈഡൻ അല്ലായിരുന്നു. പക്ഷേ ദ ഫസ്റ്റ് എവർ സിൻ കമ്മിറ്റഡ് അത് സ്വർഗത്തിലായിരുന്നു. സോ God created all his angelic beings and അവരിൽ ദൈവം 3 ആർക്കേഞ്ചൽസിനെ അപ്പോയിൻ്റ് ചെയ്തു. ഏറ്റവും ഹയസ്റ്റ് റാങ്കിങ് ആയിട്ടുള്ളത് മൈക്കിളായിരുന്നു. ആൻഡ് മൈക്കിളുടെ റെസ്പോൺസിബിലിറ്റി വാറിനും ദൈവത്തിൻ്റെ ആർമീനെ ലീഡ് ചെയ്യാനൊക്കെ ആയിരുന്നു. രണ്ടാമത്തെ ആർക്കേഞ്ചൽ ഗബ്രിയേലായിരുന്നു. ഗബ്രിയേലിൻ്റെ റെസ്പോൺസിബിലിറ്റി മെസ്സേജ് ഡെലിവർ ചെയ്യാനായിരുന്നു. നമ്മൾ ഡാനിയലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കേൾക്കാൻ പറ്റും. ഒരു ദൂതൻ അവന് വേണ്ടി ദൈവത്തിൽ കൂടെ മെസ്സേജ് പറയുന്ന അത് ഗബ്രിയേലായിരുന്നു. ആൻഡ് അന്ന് മൂന്നാമത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ആർക്കേഞ്ചൽ ലൂസിഫർ ആയിരുന്നു. ആൻഡ് ലൂസിഫർ വർഷിപ്പിന് റെസ്പോൺസിബിൾ ആയിരുന്നു. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ലൂസിഫറിനാണ് ഏറ്റവും നല്ല ഒച്ച എന്ന്. ആൻഡ് ലൂസിഫർ നല്ലൊരു ബ്യൂട്ടിഫുൾ ഏഞ്ചലായിരുന്നു. പക്ഷേ എങ്ങനെയാണ്ട് ലൂസിഫറിൻ്റെ സൗന്ദര്യത്തിനെ കുറിച്ച് അവൻ തന്നെ അറിഞ്ഞ് അവന് ഭയങ്കര പ്രൈഡ് തുടങ്ങി. അവൻ്റെ മനസ്സിൽ അങ്ങനെ ഫസ്റ്റ് സിൻ പോയി, അഭിമാനം അല്ലെങ്കിൽ പ്രൈഡ്. ആൻഡ് അത് കാരണം ഈ ലൂസിഫർ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ലൂസിഫറിൻ്റെ ആർമിയോടൊക്കെ പറഞ്ഞു ഞാൻ ദൈവത്തിനേക്കാളും വലിയവനാവും. അങ്ങനെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. സാത്താൻ അങ്ങനെ ദൈവത്തിൽ നിന്ന് റബൽ ചെയ്ത് ദൈവം അവനെ സ്വർഗത്തിൽ നിന്ന് കാസ്റ്റ് ഔട്ട് ചെയ്യും. അതുപോലെ നമ്മൾ ലൂക്കോസ് 10:18 നമുക്ക് കാണാൻ പറ്റും യേശു ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ലൂസിഫർ ഇറങ്ങിപ്പോയത്. Luke 10:18. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ജീസസ് ഡിസ്ക്രൈബ് ചെയ്യുവാണ് സാത്താൻ ലൈറ്റ്നിങ് പോലെ വീഴുന്നത് കണ്ടു. അപ്പോൾ ഇതായിരുന്നു ഈ സിനിമയിൽ കൂടെ ഹ്യൂമാനിറ്റിയിലോട്ട് സ്പ്രെഡായി. അതിൽ നിന്ന് ഒരു ചെയിൻ ബിൽഡായി. ആൻഡ് ആ ചെയിൻ ആദ്യം കണ്ടിന്യൂ ചെയ്ത ആഡം ആൻഡ് ഈവ് ഇൻ ദ ഗാർഡൻ ഓഫ് ഈഡൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദി ഒറിജിൻ ഓഫ് സിൻ. പക്ഷേ ഈ ലോകത്തിൽ ഇപ്പോൾ എല്ലാവരുടെയും വിചാരം ഞാൻ സിൻ ചെയ്താൽ കുഴപ്പമില്ല. പിന്നെ കുറേ പേരുടെ മെൻറ്റാലിറ്റി ഒരു കാല് ദൈവത്തിൻ്റെ സൈഡിലും ഒരു കാല് ഈ ലോകത്തിലുള്ള ദൈവങ്ങളുടെ സൈഡിലുമാണ്. അപ്പോൾ അതിന് ഒരു അനാലജി പറയാൻ, ഒരു മനുഷ്യൻ ഒരു ദിവസം കിടക്കുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു. ഹിസ് ആ ഡ്രീം. ആൻഡ് അവൻ കണ്ണു തുറന്നപ്പോൾ ഒരു ഓപ്പൺ ഗ്രാസ് വീലിലായിരുന്നു. പക്ഷേ ഒരു ഫെൻസ് ഉണ്ടായിരുന്നു. ആ ഫെൻസിൽ ഒരു സൈഡിൽ ദൈവവും മറ്റേ സൈഡിൽ സാത്താനായിരുന്നു. അപ്പോൾ സാത്താൻ ഈ ആളെ കണ്ടിട്ട് പറഞ്ഞു നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് ദൈവത്തിനെ വേണോ എന്നെ വേണോ? നീ എൻ്റെ കൂടെ വന്നാൽ ഞാൻ നിനക്ക് എന്ത് വേണേലും തരാം. ഈ ലോകത്തിൽ എന്ത് വേണേലും ഞാൻ നിനക്ക് തരാം.
അപ്പോൾ ഇയാൾ ലൈക്ക് വിചാരിച്ചു ജീസസ് അവിടെ തന്നെ ഉണ്ടല്ലോ, ലൈക്ക് ജീസസ് എന്നെ നല്ല ജീസസ് എൻ്റെ സേവിയറൊക്കെയാണ് വിചാരിച്ചു. പക്ഷേ അയാൾ വിചാരിച്ചു എനിക്ക് ഈ ലോകത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ എനിക്ക് എൻജോയ് ചെയ്യണമെന്ന് ഓർത്തു. അതുകൊണ്ട് ഇയാൾ ചിരിച്ചു. ദൈവത്തിൻ്റെയും പിശാചിൻ്റെയും മുഖത്തിൽ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും സൈഡ് ആവണ്ട, ഐ ക്യാൻ ജസ്റ്റ് സേ ഓൺ ദ ഫെൻസ്. സോ ദാറ്റ് വാസ് ഹിസ് വേ ഓഫ് സേയിങ് ലൈക്ക് ഞാൻ രണ്ടുപേരുടെയും സൈഡിലാണ്. അപ്പോൾ പെട്ടെന്ന് ഇയാൾ ഇങ്ങനെ ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇരുട്ടാവും. അപ്പോൾ ആ ഇരുട്ടിൽ നിന്ന് സാത്താൻ വരും. എന്നിട്ട് ഇയാൾ പറയും, ഇല്ല ഞാൻ പക്ഷെ നിന്നെ ചൂസ് ചെയ്തില്ല, എനിക്ക് ജീസസിനെ ലിറ്റിൽ ബിറ്റും കിട്ടി, സാത്താനെ ലിറ്റിൽ ബിറ്റും കിട്ടി. പക്ഷെ അപ്പോൾ സാത്താൻ ഇവരോട് പറയുന്നുണ്ട്, പക്ഷേ ഈ ഫെൻസ് എൻ്റേതാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ ദൈവത്തിന് പകരം ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അത് എന്തായാലും അത് സൈത്താൻ്റെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് മത്തായി 12:30 പറയുന്നുണ്ട്, Matthew 12:13 it says, whoever is not with me is against me. ആൻഡ് നമ്മുടെ സ്പിരിച്വൽ ലെവലിൽ ഒത്തിരി ഡിസിഷൻസ് എടുക്കാറുണ്ട്. ചിലപ്പോൾ അത് പാപത്തിന് പോവും. പക്ഷേ ദൈവം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട് ചൂസ് ചെയ്യാൻ. ദൈവം നമുക്ക് ആ ഓപ്ഷൻ തരും, വേണമെങ്കിൽ നല്ലത് ചെയ്യാം അല്ലെങ്കിൽ ചീത്ത ചെയ്യാം. ആൻഡ് യോഹന്നാൻ 24:14 ജോഷുവ 24:14 പറയുന്നുണ്ട്, ആരെ സേവിക്കണം എന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളി. അപ്പോൾ അത് ജോഷു ഇസ്രായേൽ മക്കളോട് പറയുന്നതാണ്. പക്ഷേ ആ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആരെ നിങ്ങൾ സേവിക്കും എന്ന് നിങ്ങൾ ഇന്ന് തന്നെ ഡിസിഷൻ എടുക്കണം. ആൻഡ് ആ നല്ല ഡിസിഷൻ ദൈവത്തിൽ ആണെങ്കിൽ ദൈവം നമുക്ക് നിത്യജീവനം ഈ ലോകത്തിൽ ആർക്കും തരാവുന്നതിന് അധികമായിട്ട് സ്നേഹവും സന്തോഷവും എല്ലാം ദൈവം തരും. പറഞ്ഞു.